ഹായ്, ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ ബാക്കി വരുന്ന റാഗി കുറുക്ക് കൊണ്ടിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. പാലട പായസത്തിൻ്റെ രുചിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് ആ ബാക്കിയായ റാഗി ഒരു പാത്രത്തിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മിക്സായി വരുമ്പോൾ കുറച്ച് ഏലക്കപ്പൊടി ചേർക്കാം. ഏലക്കപ്പൊടി ചേർത്ത് കുറച്ച് നേരം ഒന്നും കൂടി മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു തിളച്ച് വരുമ്പോൾ സിമ്മിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ കട്ട അധികം ഉടയാണ്ട് നോക്കണം. അപ്പോഴേ ആ പാലടയുടെ ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ്. നിങ്ങൾ കുട്ടികളുടെ ബാക്കിയാവുന്ന കുറുക്ക് വെറുതെ കളയാതെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും നല്ല ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ.